ഇന്ന് കാലത്ത് കഴിഞ്ഞ സമയത്ത് ഒന്നും ഉണ്ടാക്കാനില്ല കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീർദോശ. ഞാൻ അധികം ഉണ്ടാക്കാത്തൊരു സാധനം ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അത് 8:15 നമ്മൾ പണി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മുടെ പണി കഴിഞ്ഞു എന്ന് നോക്കാം. ആദ്യം ഞാൻ വേഗം മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടു കേട്ടോ. ഇത് തലേ ദിവസം അരച്ച് വെച്ചാൽ കുറച്ച് മാവ് ഉണ്ടായിരുന്നു. അത് ആ ജാറിൽ തന്നെ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ കൂടെ കുറച്ച് അരിപ്പൊടി ഇട്ട് കുറച്ച് തേങ്ങ ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ല ലൂസാക്കി ഒന്ന് അടിച്ചെടുത്തു. നീർദോശ ആയതുകൊണ്ട് മുട്ടക്കറി എന്തായാലും സെറ്റാക്കാമെന്ന് വിചാരിച്ചു. വേറെ ചട്നിയൊന്നും അതിന് സെറ്റാവില്ല എന്ന് കരുതിയിട്ട് വേഗം മുട്ടക്കറി വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ വേഗം തക്കാളിയും സവോളയൊക്കെ വേഗം അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കേടും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് ഇന്നെന്തായാലും വഴറ്റിയിട്ട് സമയം കളയണ്ടെന്ന് കരുതിയിട്ട് കുക്കറിലിട്ടൊന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ ചിക്കൻ കറി വെക്കുന്ന സമയത്ത് അതുപോലെ അടിച്ചപ്പോൾ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അത് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും സമയം നമ്മൾ ഗ്യാസും കളഞ്ഞ് വെറുതെ വഴറ്റി സമയം കളയണ്ടെന്ന് കരുതിയിട്ട് വേഗം അതിലിട്ടിട്ട് അതൊന്ന് വേകാനിട്ടു കേട്ടോ. ഒരു 2 വിസിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1 വിസിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ആവാണ്ടായിരുന്നപ്പോൾ രണ്ടാമത്തെ വിസിലും കൂടി ഒന്നുകൂടി വെച്ചാണ്ട് ഇതുപോലെ അതിൻ്റെ ഇടയിൽ നമ്മൾ നീർദോശയൊക്കെ നല്ലോണം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അത് അധികം അതിൻ്റെ ഒരു വേവ് കറക്റ്റ് മനസ്സിലാവാത്തതുകൊണ്ട് ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല. പിന്നെ മനസ്സിലായത് അടി കുറച്ചുകൂടി ഫ്രൈ നല്ലോണം മുരിഞ്ഞ പോലെ ആവുന്ന സമയത്ത് എടുക്കുമ്പോൾ ഇതുപോലെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. സവോളയും തക്കാളിയും വാടിയിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു. പിന്നെ മുട്ടയും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തലേദിവസത്തെ കുറച്ച് തേങ്ങ അരച്ചത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അരക്കേണ്ട പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം അതും ഇട്ടൊന്ന് തിളച്ചതും അത് ഓഫ് ചെയ്തു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേഗം കട്ടൻ ചായ വെക്കുന്നുണ്ട്. ഇക്കാക്ക് പോകാൻ സമയം അപ്പോൾ വേഗം കഴിക്കാൻ കൊടുക്കാമെന്ന് എത്തിയിട്ട് കട്ടൻ ചായ വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു സമയം 8:15. ഇപ്പോൾ സമയം 8:50 ആയിട്ടുള്ളൂ. ഒരു അരമണിക്കൂറിന് മേലെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വൈകുണ്ടായിരുന്നു. പ്ലാനിങ് ഒന്നും ഇല്ലാതായപ്പോൾ കറക്റ്റായിട്ട് വേഗം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയ ആൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ പ്ലേറ്റിൽ. അപ്പോൾ ആ പ്ലേറ്റിൽ തന്നെ ഞാനും കഴിച്ചു കേട്ടോ. ഒരു മുട്ടയും കൂടി എക്സ്ട്രാ ഇട്ടു കേട്ടോ. മുട്ടയൊക്കെ എനിക്കിങ്ങനെ 1-2 ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ഓൾ ബൈ.